എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെവിബോണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അതായത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇത് യൂസ് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. യൂസ് ചെയ്യുമ്പം എന്നല്ല, ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയവരുടെ ഹെൽപ്പ് തേടുന്നതാണ് നല്ലത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പെട്രോളാണ്. അപ്പം പെട്രോൾ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയവരുടെ ഹെൽപ്പോട് കൂടെ മാത്രം ചെയ്യാന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് എടുക്കുന്നത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി. ഗ്ലാസ് ബൗൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ എന്താ പറയുക, തീർന്ന ക്രീമിൻ്റെ ഒക്കെ ഡബ്ബ ഉണ്ടാവില്ലേ, അതെടുത്താലും മതി. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു പെട്രോൾ കുറച്ച് ഒഴിക്കുന്നത്. മേ ബി നമുക്ക് ആവശ്യമുള്ള അത്രയും ഒഴിക്കാം. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ തെർമോക്കോളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തെർമോക്കോൾ ഇടുമ്പം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും. നമ്മൾ ആ ഒരു തെർമോക്കോൾ അതിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് അതിങ്ങനെ ഉരുകി വരുന്നത് കാണാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഈ ഒരു തെർമോക്കോൾ അതിൽ റിയാക്റ്റ് ആയിട്ട് അതിങ്ങനെ ഉരുകി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് തെർമോക്കോൾ പീസസ് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിങ്ങനെ അലിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കും. അവസാനം നമുക്ക് ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഫോം ആവും. അതായത് നമ്മുടെ പെട്രോളും തെർമോക്കോളും കൂടിയിട്ട് രണ്ടും കൂടെ റിയാക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ആയി മാറും. അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും എന്താ പറയുക, കട്ടിക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത് വരെ നമ്മൾ തെർമോക്കോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആ വെള്ളം പോയിട്ട് ഗ്ലൂവിൻ്റെ ഒരു ഫോം ആവുന്നത് വരെ. വെള്ളം എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ പെട്രോളിൻ്റെ ആ ഒരു ലിക്വിഡാണ് കേട്ടോ. ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഏകദേശം ഇതുപോലത്തെ ഒരു സ്റ്റേജ് ആയപ്പോൾ ഞാൻ നിർത്തി. പക്ഷെ നിങ്ങൾക്ക് ഇതിലും കട്ടി വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തെർമോക്കോൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിയാക്ഷൻ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫെവി ബോണ്ടിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന തെർമോക്കോളിൻ്റെ അനുസരിച്ചിരിക്കും. എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുന്നോ അത്രയും കട്ടിയിൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. ഇനി ഇത് നമുക്ക് ഈ ഒരു ഡബ്ബയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിനാണ് ഞാൻ ഇതുപോലത്തെ ഡബ്ബ എടുക്കുന്നതാണ് നല്ലതെന്ന് ആദ്യം പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കഴിയുമ്പം നമ്മുടെ ഫെവി ബോണ്ടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കില്ല അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇതും. കുറച്ച് സമയം കഴിയുമ്പം ഇത് നല്ല ക്ലിയർ ആയിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫെവി ബോണ്ടൊക്കെ ആവശ്യം ഉള്ളവരുണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.